ഓഗസ്റ്റ് 14 കോളിവുഡിൽ നിന്നും അങ്ങ് ബോളിവുഡിൽ നിന്നും രണ്ട് വലിയ സിനിമകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ പോവുകയാണ്. ഇപ്പോ ഓൾറെഡി നടക്കുവാണ്. നോർത്തിലും സൗത്തിലും ഒക്കെ ഇപ്പോഴേ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. പടങ്ങളിൽ ഒന്ന് കോളിവുഡിൽ നിന്ന് സൂപ്പർ സ്റ്റാറിന്റെ കൂലിയും പിന്നെ ബോളിവുഡിൽ നിന്നും ഹൃതിക് റോഷന്റെ വാർ 2. രണ്ട് പടങ്ങളും ഓഗസ്റ്റ് 14 വേൾഡ് വൈഡ് റിലീസ് ആവുന്നത്. ഈ രണ്ട് സിനിമകളുടെ പേരിൽ ഇപ്പോഴേ ഒരു നോർത്ത് സൗത്ത് വാർ തുടങ്ങിക്കഴിഞ്ഞു. മെയിൻ ആയിട്ട് പറഞ്ഞ യുദ്ധം പ്രൊഡക്ഷൻ ഹൗസുകൾ തമ്മിലാ. കൂലിയുടെ സൺ പിക്ചേഴ്സും വാറിന്റെ YRO സ്പൈ യൂണിവേഴ്സും. ഓഗസ്റ്റ് 14 റിലീസിലേക്ക് ഈ രണ്ട് പടങ്ങളും ഹൈ പവറിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 14 മുതൽ 21 വരെ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള IMAX സ്ക്രീൻ ഒന്നും വിടാതെ YRO സ്പൈ യൂണിവേഴ്സ് വാർ 2 വേണ്ടി ഇപ്പോഴേ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞ കൂലിക്ക് IMAX ഇടാൻ നിലവിൽ സ്ക്രീൻസ് ഇല്ല, എല്ലാം വാർ 2 കൊണ്ടുപോയി. ഈ തേപ്പ് പരിപാടി പറഞ്ഞ സൺ പിക്ചേഴ്സ് നേരെ ഓവർസീസിൽ പോയി മാക്സിമം സ്ക്രീൻസും കൂലിക്ക് തൂക്കി. ഇപ്പോ രണ്ട് ടീമും ബാലൻസിംഗില്ല. ഒരെണ്ണത്തിന് IMAXും ഇല്ല, മറ്റേതിന് ഓവർസീസും ഇല്ലാത്ത അവസ്ഥ. ഈ രണ്ട് പടത്തിന്റെ പേരിൽ നടക്കുന്ന ഈ നോർത്ത് സൗത്ത് വാറിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാ, കൂലിയിൽ ഒരു ലീഡിൽ വരുന്നത് ബോളിവുഡിൽ നിന്ന് അമീർ ഖാനും വാർ 2 ടോളിവുഡിൽ നിന്ന് NTR. എന്തരായി തീരുവോ എന്തോ. SSMP 29 SS രാജമൗലി സംവിധാനം ചെയ്യുന്ന മഹേഷ് ബാബു ലീഡിൽ വരുന്ന വലിയൊരു സിനിമയാണ് SSMP 29. പടത്തിൽ ഒരു പ്രധാന ലീഡിൽ നമ്മുടെ പൃഥ്വിരാജ് വരുന്നുണ്ട്. ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ ഡ്യൂറേഷന്റെ ഭാഗത്ത് നിന്നാണ്. SS രാജമൗലി പടങ്ങൾ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനിൽ വരുന്ന ഒരു സിനിമയാണ് SSMP 29. പടം 200 മിനിറ്റിന്റെ മുകളിൽ, ഏതാണ്ട് 3.5 മണിക്കൂറിന് മുകളിൽ സിംഗിൾ ഡ്യൂറേഷനിൽ വരുന്ന ഒരു പടമാണ് ഈ പടം. ഈ അടുത്ത് ആനിമൽ നേഷം ഇച്ചിരി കൂടി ഡ്യൂറേഷനിൽ വരുന്ന ഇന്ത്യൻ സിനിമയാണ് SSMP 29. ഇനി ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ ഏതാണ്ട് ഒരു ടെമ്പിൾ റൺ പോലത്തെ ട്രഷർ ഹണ്ട് പരിപാടിയാണ്. പണ്ടങ്കാണ്ട് വംശനാശം സംഭവിച്ചു പോയ ജീവികളും ഹിന്ദു മിത്തോളജിയും ഒക്കെയാണ് പടത്തില്. ഡൈനോസറിന്റെ ഡമ്മിയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ബോംബ് ഫാക്ടറാണ്. രാജമൗലി പടം ആയതുകൊണ്ട് ഹോപ്പ് വെക്കാം, വെറുതെ ആവത്തില്ല, എന്തേലൊക്കെ കാണും. പറക്കും പപ്പൻ മിന്നൽ മുരളിക്ക് ശേഷം മലയാളത്തിൽ നിന്ന് അനൗൺസ് ചെയ്ത മലയാളത്തിൽ നിന്നുള്ള ഒരു ലോക്കൽ സൂപ്പർ ഹീറോ പടമാണ് ദിലീപ് ലീഡിൽ വരുന്ന പറക്കും പപ്പൻ. വിഹാൻ വിഷ്ണു ആണ് പടം ഡയറക്ട് ചെയ്യുന്നത്. വലിയ സിനിമയാണ്. അനൗൺസ് ചെയ്തിട്ട് 4-5 കൊല്ലമായി. പ്രൊഡക്ഷൻ ഇഷ്യൂ കാരണം പടം ഇങ്ങനെ നീണ്ടു പോകുക. പക്ഷെ ഇപ്പോ ഓണായി. പുതിയ പ്രൊഡക്ഷൻ ഹൗസുകൾ ഈ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീഗോകുല മൂവീസും ഗ്രാൻഡ് പ്രൊഡക്ഷനും ചേർന്നാണ് പടം ഇനി നിർമ്മിക്കുന്നത്. കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ദിലീപ് അടുത്തേ ചെയ്യാൻ പോകുന്നത് പറക്കും പപ്പനാണ്. തമിഴില് അണഞ്ഞു കിടന്ന രണ്ടുപേര് വന്ന് വൻ കംബാക്ക് അടിച്ചൊരു പടമാണ് മാനാട്. STRഉം VPയും പടം വന്ന് 100 കോടി ക്ലബിലൊക്കെ കയറി ബ്ലോക്ക് ബസ്റ്റർ അടിച്ച്. ഇപ്പൊ വീണ്ടും മാനാടിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്ന് മാനാടിന്റെ ലൂപ്പ് വീണ്ടും ആരംഭിക്കാൻ പോകുവാണ്. മാനാട് സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. വെങ്കട് പ്രഭു ശിവകാർത്തികേയൻ പ്രോജക്ടിന് ശേഷം മാനാട് 2ന്റെ പരിപാടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. AK-64 അജിത് കുമാറിന്റെ 64ാമത്തെ പടം ഇപ്പോ കൺഫേം ആയി. പടം ഡയറക്ട് ചെയ്യുന്നത് ഗുഡ് ബാഡ് അഗ്ലി സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത ആദിക് രവിചന്ദ്രൻ തന്നെയാണ്. ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് പടത്തിന്റെ മ്യൂസിക്കിന്റെ ഭാഗത്ത് നിന്നാണ്. AK-64 മ്യൂസിക് അനിരുദ്ധ് ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് പടത്തിന്റെ അനൗൺസ്മെന്റിന്റെ ഭാഗത്ത് നിന്നാണ്. AK-64 ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ജൂലൈയിൽ ഉണ്ടാവും. സൂര്യ 47 സൂര്യയുടെ 47ാമത്തെ പടം. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പടം ഡയറക്ട് ചെയ്യുന്നത് ഒരു മലയാളി ഡയറക്ടറാണ്, ജിത്തു മാധവൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കലൈപ്പൂലി S താനു. ശരിക്കും പറഞ്ഞ പുള്ളി വാടിവാസലിന് വെച്ച പൈസയാ. ഇനിയിപ്പോ സൂര്യ 47 എങ്കിൽ സൂര്യ 47. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സിംഗത്തിന് ശേഷം നമ്മുടെ സൂര്യ ഒരു പോലീസ് ഓഫീസറായി വരാൻ പോകുന്ന ഒരു സിനിമയാണ് സൂര്യ 47. പടത്തിൻ്റെത് ഒരു കോപ്പ് സ്റ്റോറിയാണ്. പടത്തിന്റെ ഷൂട്ട് ഈ വർഷം ലാസ്റ്റ് ആരംഭിക്കും. അനൗൺസ്മെന്റ് ഉടനെ ഒന്നുമില്ല. ബെൻസ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി ലോകേഷ് കനകരാജിന്റെ തിരക്കഥയിൽ ഭാഗ്യരാജ് കണ്ണൻ ഡയറക്ട് ചെയ്യുന്ന പടമാണ് ബെൻസ്. രാഘവ ലോറൻസും നിവിൻ പോളിയും ആണ് പടത്തിൽ പ്രധാന ലീഡിൽ വരുന്നത്. കൂടാതെ മാഡി മാധവനും ഒരു പ്രധാന വേഷത്തിൽ പടത്തിലുണ്ട്. ബെൻസ് ഒരു LCU പടം ആയതുകൊണ്ട് LCUവിലെ പല കാസ്റ്റും നമുക്ക് ബെൻസിൽ പ്രതീക്ഷിക്കാം. LCUവിന്റെ മെയിൻ ലീഗിൽ നിലവിലുള്ളത് 2 സിനിമകളാണ്. ഒന്ന് കൈദിയും മറ്റേത് വിക്രവും. ലിയോ എത്തിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോ കൈദിയോ വിക്രമോ ആണ് ബെൻസിലേക്ക് വരേണ്ടത്. പക്ഷെ ബെൻസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ലിയോ. ബെൻസ് LCUവിന്റെ ഭാഗമായി വരാൻ പോകുന്ന ഒരു സിനിമയാണ്. ലിയോ LCUവിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയാണ്. ഇവിടെ ബെൻസിന്റെ കാസ്റ്റില്
ലിയോ മൊത്തം ഉണ്ട്. ഇപ്പോ ബെൻസിന്റെ കാസ്റ്റ് എടുത്ത രാഘവ ലോറൻസ്, നിവിൻ പോളി, മാഡി, ഇവരെ കൂടാതെ സഞ്ജയ് ദത്ത്, മഡോണ സെബാസ്റ്റ്യൻ, അനുരാഗ് കശ്യപ്, സാൻഡി മാസ്റ്റർ ഇവരും ബെൻസിലുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഈ പറയുന്ന സഞ്ജയ് ദത്ത്, മഡോണ സെബാസ്റ്റ്യൻ, അനുരാഗ് കശ്യപ്, സാൻഡി ഇവരൊക്കെ ലിയോയിലെ ക്യാരക്ടേഴ്സാ. ബെൻസ് എൽസിയോ ആകുമ്പോ ഇവരും അതിലേക്ക് വരുമ്പോ ലിയോ വേൾഡ് ആണോ എന്നൊരു ചോദ്യവും വരുന്നുണ്ട്. കൈദി, വിക്രം, ലിയോ ഈ യൂണിവേഴ്സിലാണ് ബെൻസ് വരുന്നതെങ്കിൽ ബെൻസ് ഉറപ്പായിട്ടും ലിയോ വേൾഡിലുള്ള ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ബെൻസ് എൽസിയോന്റെ പുതിയൊരു ഫേസ്, അല്ലെങ്കിൽ മറ്റൊരു വേൾഡ് ഓപ്പണിംഗ് ആണ്. ചിലപ്പോ അത് കൂലിയിൽ വരെ ആവാം. എന്തായാലും ഭയങ്കര സംഭവം. പിന്നെ പുതിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.